അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ മസാലകളൊക്കെ കുഴച്ച് വെക്കുക. ഇനി കാശ്മീരി ചില്ലി ഒരു 3 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ്, അത് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. നിറച്ച് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് 1 ടീസ്പൂൺ ഇറച്ചിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് എടുത്ത് വെച്ചതാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളിൻ്റെ അല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും കൂടെ ചതച്ചതാണ്, അത് ഇതിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര്. ഇതെല്ലാം കൂടെ കൈ വെച്ച് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിരുന്നു. എണ്ണയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മസാല ഇതിനൊന്നും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഓരോന്നായി കൊടുക്കുക. ഇതെല്ലാം പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ചിക്കനെല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുക. ഒരു 5 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് 1 സ്പൂൺ എണ്ണ ഇതിൽ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ ഓഫാണ്, കാരണം എണ്ണ നല്ല ചൂടാണ്. ഒന്ന് കത്തിച്ച് കൊടുക്കുക ചട്ടി. അതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിലേക്ക് പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരമുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. തേങ്ങാപ്പാലൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ല വെറ്റി വെളിച്ചെണ്ണ ഊറി വരട്ടെ. അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ആണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.